ഇന്ന് നമുക്കൊരു യെസ് ഓർ നോ സെഗ്മെന്റിലോട്ട് പോയാലോ? ഓക്കെ. ആഷിക്ക് ഈ ലോകത്ത് ഏറ്റവും ഉള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ജാസിയാണ്. ഓക്കെ ഓക്കെ. ചെറുപ്പത്തിൽ ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ? അതൊന്ന്. ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലൈക്ക് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ജാസി ഉണ്ടാക്കുന്ന ഫുഡാണ് ആഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ. അല്ല, ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അത് വേറൊരു കാര്യമാണ്. ഓക്കെ. അങ്ങനെയാണ് ജാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ആഷിക്കോ? ആഷിക്ക് സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്. സീ ഐറ്റംസ് എല്ലാം. ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെജിറ്റേറിയൻ, എനിക്ക് പ്യുവർ വെജിറ്റേറിയൻ ഐറ്റംസോടാണ് ഇഷ്ടം. കാരണം ലൈക്ക് മോരുകറി, അങ്ങനെ ഉപ്പേരി, തോരൻ, അങ്ങനെ അവിയൽ, അങ്ങനെയൊക്കെ, സാമ്പാറൊക്കെ. ആഷിക്ക് ലൈക്ക് എന്തുണ്ടെങ്കിലും എത്ര വെജിറ്റേറിയൻ എൻ്റെ കൂടെ ഒരു നോൺ വെജ് വേണം. അത് ആഷിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കൂന്തള്, ഞണ്ട്, അങ്ങനത്തെ ചെമ്മീന്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജാസ്തി അടിപൊളിയായി ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ? ഞാൻ ബിരിയാണി ഒക്കെ എപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ ഓക്കെ ആവാൻ തുടങ്ങിയത്. എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുക. പിന്നെ ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കും. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഇപ്പം അടുത്തുണ്ടാക്കി, അതൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഓക്കെ. ആഷി ജാസിയോടും ജാസി ആഷിയോടും കള്ളം പറഞ്ഞിട്ടുണ്ട്? നോ യെസ്. കള്ളം പറഞ്ഞിട്ടുണ്ട്? ഞാൻ നല്ലൊക്കെ അടിക്കും, കള്ള പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ഒരു ചില നല്ലത് നടക്കാൻ വേണ്ടി കുഞ്ഞു നോണ പറയാന്നൊക്കെ പറയല്ലേ. നോണ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. നീ അത് അവിടെ പോയിരുന്നു, അപ്പൊ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു നോക്കുമ്പോ ഇല്ല ഞാൻ പോയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവായിട്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ നുണകളൊന്നും അങ്ങനെ നുണകൾ അങ്ങനെ രണ്ടും പറയാറില്ല. അപ്പൊ ഇവ എന്ത് നുണ പറഞ്ഞാൽ അത് കൈയോടെ ഞാൻ പൊക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. റീസെന്റ് ആയി പറഞ്ഞ നുണ ഏതാ പൊക്കിയത്? അങ്ങനെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഇവന് ഫ്രണ്ട്സും കൂടി പോയിട്ടായിരുന്നു പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു എവിടെയൊക്കെ പോയെന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നോട് ഫ്രണ്ടിന്റെ വീട്ടിൽ ജസ്റ്റ് കാണാൻ, അവരെ വീട്ടുകാരൊക്കെ കാണാൻ വേണ്ടി പോവാന്ന്, അങ്ങനത്തെ ഒരു ഫംഗ്ഷന് പോയതാണല്ലേ. പക്ഷെ അവർക്കല്ല പോയത്. ഫോട്ടോ സ്റ്റോറി ഇവന്റെ ഫ്രണ്ട് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീടല്ല, അത് ക്ലബ്ബായിരുന്നു എന്നുള്ളത്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ പോയത്? അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ടായതോ അതിനാ? ഫൈറ്റ് ഒന്നുമില്ല, ചുമ്മാ എന്താ നോണ പറഞ്ഞതെന്ന് വെച്ചിട്ട് ചെറിയ തർക്കം. ഓക്കെ. എക്സ് ലവറിനെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്? അങ്ങനെയാണ് ഞാൻ നോക്കട്ടെ. ഞാനില്ല. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഒരു നെക്സ്റ്റ് സെഗ്മെന്റ് പറഞ്ഞാൽ ചൂസ് വൺ. ഞാൻ 3 ഓപ്ഷൻസ് തരും, അതിലൊന്നേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഉപ്പ, ഉമ്മ ഓർ ആഷി? ഉപ്പ, ഉമ്മ ഓർ ആഷി? അയ്യോ, അത് 3 പേര് എനിക്ക് ഡിഫിക്കൽട്ട് ഡിഫറെന്റ് അല്ലേ. തിരിച്ചങ്ങട്ടാണെങ്കിൽ ഞാൻ പറയും വാപ്പാക്ക് നമ്മളൊരു സ്നേഹം കൊടുക്കണം, റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് സ്നേഹം. ഉമ്മാക്ക് ഉമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ ഉമ്മാനെ പറയാൻ പറ്റും, ജാസിനെ പറയാം. അപ്പൊ ജാസിക്ക് ജാസിന്റെ സ്നേഹം ഉണ്ട്. അതിന് സത്യമായ ഒരു ഉത്തരവില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, വളരെ തുല്യതയുള്ള ആൾക്കാരാണ് എന്റെ ലൈഫിൽ. ഉമ്മാനെ ഇപ്പൊ വിളിക്കാറൊക്കെ കാണാൻ പോകാറുണ്ട്? ഉമ്മാനായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ലാസ്റ്റ് വീഡിയോ ഉപ്പാന്റെ ആണ്ട് എന്തോ ആയിരുന്നല്ലേ? ഇന്നലെ ആയിരുന്നു ഉപ്പാന്റെ ആണ്ട്. ഓക്കെ.